കുഴപ്പമില്ല, കാണാം. പടം പൊളിയാണ്, ആവറേജ് ആവും. ഫാമിലി സബ്ജക്റ്റ്. പക്ഷേ ഇൻട്രോയിൽ വരെ ഭയങ്കര പോരെ. ഇൻട്രോയിൽ ലാസം കോടതി സീൻ കുറച്ചുണ്ട്, അത് കാണാം. ബാക്കിയുള്ള സമയമൊക്കെ ഒരു സീരിയൽ പോലെയാണ് പോണത്. 15 മിനിറ്റ് കോടതി സീൻ മാത്രം കൊള്ളാം, വേറെ ഒന്നും പോരാ പടം. സ്ഥലത്ത് ഒരു ലാഗോ അങ്ങനൊന്നുമില്ല. ഭയങ്കര രസമായിട്ട് നല്ല എഴുത്താണ്, നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ ഒരു പുതുമയുള്ള കാസ്റ്റിംഗ്. ഇതൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. തമാശയെക്കാളും കൂടുതൽ ഇമോഷണലി നല്ല വർക്കാവുന്ന സിനിമയാണ്. നല്ലൊരു സിനിമ, ഹിറ്റാവാൻ സാധ്യതയുള്ള സിനിമ. വളരെ നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വന്ന് കാണേണ്ട സിനിമയാണ്, സ്ത്രീകളും കാണണം. വളരെ നല്ല സിനിമ. ആസിഫിലേക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. നല്ല സിനിമ, നല്ല പടമായിരുന്നു, എല്ലാവരും കാണേണ്ട പടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു വോയിസ് പുരുഷന്മാർക്ക് വേണ്ടി ഒരു നേച്ചർ സിനിമയാണ്. ആസിഫിന് നല്ല അഭിനയമായിരുന്നു, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ടാഗൊന്നുമില്ല, നല്ല സിനിമയാണ്. തമാശ എല്ലാം ആവശ്യത്തിനുണ്ട്, ഒരു ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോയ സിനിമയാണ്. നല്ല അഭിനയമായിരുന്നു. അതിലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മുടെ നിയമത്തിലുള്ള പല കാര്യങ്ങളും അതിലുള്ള പോരായ്മ കാലത്തിനനുസരിച്ച് നിയമത്തിലും മാറ്റം വരേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ത്രില്ലല്ല, അത് പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലായി, കണ്ടു തന്നെയാണ്. പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾക്കുള്ളതാണ്, കുടുംബത്തോടെ കാണാനുള്ള സിനിമയാണ്. അതെ, നല്ല മെസ്സേജ്. മൂവി കൊള്ളായിരുന്നു. ജീവിത പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതായിരുന്നു. അടിപൊളി സിനിമയാണ്. പലവരുടെയും ജീവിത പ്രശ്നം മാറാനുള്ള ചാൻസ് ഉണ്ട് പോലെ സോൾവ് ചെയ്ത കൊള്ളാമായിരുന്നു. സിനിമ കൊള്ളായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് വെച്ചും ആ കഥ വെച്ചും പിന്നെ മേക്കിംഗ് വൈസ് ആയാലും വളരെ നല്ലൊരു ഫിലിമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാരും അവരുടെ വീട്ടുകാരും പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും എല്ലാം ഡെഫിനറ്റ്ലി വന്ന് കാണണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നിയമവശങ്ങൾ എന്ന് പറഞ്ഞാൽ 498 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ അല്ല ഈ ഒരു നിയമം ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഇത് പുരുഷന്മാർക്കെതിരെ എടുക്കാനുള്ള ആയുധമായിട്ട് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും അവരുടെ വീട്ടുകാരായാലും പ്രയോഗിക്കുന്ന അത്. കാരണം നമ്മൾ നോർമലി ഒരു കണക്കെടുത്തത് തന്നെ അറിയാം, ഈ 498 പ്രയോഗിക്കുന്ന ഒരു മെജോറിറ്റി കേസിൽ ഇത് വെറുതെ കേസ് കൊടുത്തിട്ട് പിന്നീട് അത് കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുള്ള കേസുകളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ. പിന്നെ ആക്ടിങ് വൈസ് ആസിഫ് അലി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യാലും നല്ല തന്നെ. പിന്നെ അതിലെ നായികന്മാരായാലും ബാക്കി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരും ഹരിശേഷവൻ്റെ ഒക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് പേരെടുത്ത് പറയാനില്ല, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്ന് പറയുമ്പോൾ കുടുംബമായിട്ട് എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരും അവരെ മക്കളോട് ആൺമക്കളോടും പെൺമക്കളോടും ഒപ്പം വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. വളരെ നല്ലത്. വേണമെങ്കിൽ ഇതിനെ പുരുഷപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കാരണം. പിന്നെ ഈ ഫെമിനിസ്റ്റുകൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, ഇതിൽ വളരെ പച്ചയായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കാണിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മൾ കുടുംബ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ളവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് സിനിമ. അതിൻ്റെ ഒരു പച്ചയായിട്ടുള്ള ആവിഷ്കാരമാണ്. ഒരു 10ൽ 10 മാർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു